പ്രിയപ്പെട്ടവരെ, മനസ്സൊന്നാവട്ടെ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് PFMS വഴി എങ്ങനെയാണ് ഫണ്ട് പിൻവലിക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും PFMSൽ നമുക്ക് 3 ID പാസ്വേഡ് ഉണ്ട്. DO ലോഗിന്, DA ലോഗിന്, അഡ്മിൻ ലോഗിന്. ഇതിൽ DO ലോഗിനും DA ലോഗിനും വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെയാണ് എക്സ്പെൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പർപ്പസിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിൻഡോസ് ക്രോം ആണ്. അതിൽ PFMS ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന PFMS ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ ഒരു പ്രിഫൈസ് വരും. 2025-26 എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ നിങ്ങളുടെ DO ലോഗിനും നിങ്ങളുടെ പാസ്വേഡും അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ വേർഡ് വെരിഫിക്കേഷൻ, ആ ഒരു ഭാഗത്ത് കാണിക്കുന്ന വേർഡ് വെരിഫിക്കേഷൻ ഉണ്ട്, അത് ടൈപ്പ് ചെയ്യുകയും ശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ദെൻ ഇങ്ങനെയുള്ള ഒരു പ്രിഫൈസ് ആയിരിക്കും വരിക. ആ പ്രിഫൈസിൽ ഇവിടെ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് DO ലോഗിൻ ആണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഏജൻസി ടൈപ്പ് എന്നുള്ളിടത്ത് ഏജൻസി DO എന്നുള്ള കാര്യം കാണാൻ പറ്റും. ഇതാണ് നമുക്കിത് DO ആണ് എന്നുള്ള സംഗതി മനസ്സിലാക്കുക. ഇനി ഇതിൽ എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പെൻഡിച്ചർ ആഡ് ന്യൂ എന്നുള്ളൊരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പ്രിഫൈസ് വരും. ഈ പ്രിഫൈസിൽ ആദ്യം സ്കീം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സ്കീം കാണുന്നുള്ളൂ. ചില കോളേജിൽ ചിലപ്പോൾ എന്ത് ചെയ്യും 2-3 സ്കീം കാണും. അതിൽ നാഷണൽ സർവീസ് സ്കീം എന്ന് സെലക്ട് ചെയ്യാം. ദെൻ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് അക്കൗണ്ട് വരും. ദെൻ എക്സ്പെൻഡിച്ചർ ഡൺ ഫോർ എന്നുള്ള ഭാഗത്ത് വെണ്ടർ എന്ന് ക്ലിക്ക് ചെയ്യാം. വെണ്ടർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, സെലക്ട് വെണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ പേരിലുള്ള വെണ്ടേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ വെണ്ടറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേരിലോ പ്രോഗ്രാം ഓഫീസറുടെ പേരിലോ പ്രിൻസിപ്പളുടെ പേരിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ ഏതെങ്കിലും അക്കൗണ്ടിലോ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, വെണ്ടർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതർ ദാൻ ZBS അക്കൗണ്ട് ആയിരിക്കണം. ദെൻ ലെറ്റർ ഓഫീസ് ഓർഡർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ സാധാരണ കൊടുക്കുന്ന ഒരു ഓഫീസ് ഓർഡർ നമ്പറിൻ്റെ ഒരു പാറ്റേൺ ആണിത്. ഇതിപ്പോൾ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അടുത്തത് ചെയ്യുമ്പോൾ നമ്പർ 2, നമ്പർ 3, നമ്പർ 4 അങ്ങനെ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഓർഡർ നമ്പർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ അവിടെ ഓഫീസ് ഓർഡർ ലെറ്റർ അറ്റാച്ച് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് മാൻഡേറ്ററി അല്ല. അതിന് താഴെ നമ്മുടെ അപ്ലോഡ് സാങ്ഷൻഡ് ലെറ്റർ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഏത് ദിവസമാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഡേറ്റ് അവിടെ കാണിക്കുക. അതിനുശേഷം ഇവിടെ ടോട്ടൽ അവൈലബിൾ എമൗണ്ട് പറയുന്നുണ്ട്. ആ എമൗണ്ട് ടൈപ്പ് ചെയ്യാം. എമൗണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇത് ഫസ്റ്റത്തെ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ മൊത്തം എമൗണ്ട് ചെയ്യാം. ഇനി അടുത്തതൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ എണ്ണം നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അതിനുശേഷം റിമാർക്സിൽ ഇതിപ്പോൾ NSSൻ്റെ റെഗുലർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഫണ്ട് ആയതുകൊണ്ട് അവിടെ ഞാൻ എന്ത് ചെയ്തു, NSS റെഗുലർ ആക്ടിവിറ്റി എന്നുള്ള കാര്യം എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ശേഷം സ്കീം കോമ്പണൻറ്റ് സെലക്ട് ചെയ്യുക. അതിലെ അതർ ചാർജസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തു. എക്സ്പെൻസ് ടൈപ്പ് എന്നുള്ളിടത്ത് റവന്യൂ പെർസെൻറ്റേജ് എന്ന സ്ഥലത്ത് 100% വേണ്ടി 100 എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്താൽ ഇങ്ങനെ ഒരു ടാബിൾ വരും. അതിൽ സെലക്ട് ചെയ്തിട്ട് സേവ് എന്നുള്ള ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വൗച്ചർ നമ്പർ വരും. അത് ജസ്റ്റ് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം നേരെ താഴോട്ട് അടിച്ചാൽ അവിടെ കാണാം എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി, ഡു യു വാണ്ട് പ്രൊസീഡ്, പേ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഭാഗം കാണുന്നുണ്ട്. അവിടെ യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ നേരെ അടുത്തൊരു പേജിലേക്ക് എന്ത് ചെയ്യും, പോകും. അവിടെ എത്തുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് എന്നുള്ള ഭാഗം കാണിക്കും. അതിൽ ഇ പേയ്മെൻറ്റ് യൂസിങ് പ്രിൻ്റ് അഡ്വൈസ് എന്നുള്ള ഭാഗം എടുത്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്താൽ നമ്മൾ നേരത്തെ കൊടുത്ത വെണ്ടറുടെ ഡീറ്റെയിൽസും അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കാര്യങ്ങളൊക്കെ കാണിക്കും. അതിൽ റിമാർക്സ് എന്നുള്ള കോളത്തിൽ NSS ഫണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് മനസ്സിലാക്കേണ്ടത്, കാരണം ഈ പറയപ്പെട്ട അക്കൗണ്ടിലേക്കായിരിക്കും പൈസ വരിക. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണോ മനസ്സിലാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് അവിടെ നരേഷൻ കൊടുക്കുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം നേരെ താഴോട്ട് അടിച്ചാൽ നമുക്കവിടെ കാണാൻ പറ്റും ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ളവിടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ദെൻ
ഈ ഒരു പ്രിഫൈസ് മുകളിൽ പോയാൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റും. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു DO ലോഗിന് ലോഗ് ഔട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് DO ലോഗിനിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നേരത്തെ വന്നതുപോലെ ആ പ്രിഫൈസ് വരും. അവിടെ നമ്മുടെ DA ലോഗിൻ്റെ ID, പാസ്വേഡ്, ക്യാപ്ചർ കോഡ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് എന്നിവ അവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്താൽ നേരത്തെ വന്നതുപോലെ തന്നെ ഇതൊരു മെനു വരും. അവിടെ നമ്മുടെ ഏജൻസി DA എന്നുള്ള കാര്യം കാണും. അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ എക്സ്പെൻഡിച്ചറിലെ മാനേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. സ്കീമിൽ നേരത്തെ എടുത്തതുപോലെ നാഷണൽ സർവീസ് സ്കീം സെലക്ട് ചെയ്യുക. ദെൻ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്താൽ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കാര്യം അവിടെ സബ്മിറ്റഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസിൽ കാണാൻ പറ്റും. അതിന് നേരെ ഫ്രണ്ടിൽ ലെറ്റർ ഓഫീസ് ഓർഡർ നമ്പർ എന്നുള്ള ഭാഗത്ത് ഒരു ലിങ്ക് കാണാം. അതിന് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലേക്ക് എത്തും. ആ പേജിൽ നേരെ താഴെ ഉണ്ടാകും അപ്രൂവ് ഓർ റിജക്റ്റ് എന്നുള്ള ഭാഗം ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡയലോഗ് ബോക്സ് വരും. അവിടെ അപ്രൂവ്ഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അപ്രൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ മെസ്സേജ്, നമുക്കൊരു PPA ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് സംഗതി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് വരും. ഓക്കെ അടിക്കാം. ഇതോടുകൂടി ഇതിൻ്റെ അപ്രൂവൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ താഴെ പ്രിൻറ്റ് പേയ്മെൻറ്റ് അഡ്വൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാലിഡേറ്റ് ഡേറ്റ് കാണാൻ പറ്റും. അത് ഓക്കെ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ PPA കിട്ടും. ആ PPA നേരെ സേവ് ചെയ്യുക. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക, ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം.